മാർച്ച് 23 വിശുദ്ധ ടൂറിബിയൂസ്. തെക്കേ അമേരിക്കയിലെ ഒരു രാജ്യമായ പെറുവിൻ്റെ തലസ്ഥാനമാണ് ലിമ. 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ പെറു സ്പെയിൻ സാമ്രാജ്യത്തിൻ്റെ ഒരു കോളനിയായിരുന്നു. 1851 മുതൽ 1606 വരെ ലിമായിലെ ആർച്ച് ബിഷപ്പായിരുന്നു വിശുദ്ധ ടൂറിബിയൂസ്. 1538 സ്പെയിനിലെ ലിയോണിലാണ് ടൂറിബിയൂസ് ജനിച്ചത്. ചെറുപ്പം മുതൽ വിശ്വാസത്തിലും ഭക്തിയിലും വളർന്നു. പാവങ്ങളെ സഹായിക്കുന്നതിൽ അവൻ ആനന്ദം കണ്ടെത്തി. പരിശുദ്ധ മറിയത്തോട് പ്രത്യേക ഭക്തിയുണ്ടായിരുന്ന ടൂറിബിയൂസ് സ്ഥിരമായി ജപമാല ചൊല്ലുകയും ശനിയാഴ്ചകളിൽ ഉപവസിക്കുകയും ചെയ്യുമായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം സിവിൽ നിയമങ്ങളിലും സഭാ നിയമങ്ങളിലും ടൂറിബിയൂസ് ബിരുദം നേടി. അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയും വിജ്ഞാനവും മനസ്സിലാക്കിയ ഫിലിപ്പ് രണ്ടാമൻ രാജാവ് ടൂറിബിയൂസിനെ ഗ്രാനഡയിലെ പ്രധാന ജഡ്ജിയായി നിയമിച്ചു. 5 വർഷക്കാലം വളരെ വിവേകത്തോടെ വിശ്വസ്തയോടെ ഈ ജോലി നിർവഹിച്ച അദ്ദേഹം രാജാവിനും രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും പ്രിയങ്കരനായി മാറി. ഈ സമയത്താണ് ലിമായിലെ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് പുതിയ ആളെ ആവശ്യമായി വന്നത്. ലിമ രൂപത വളരെയേറെ പ്രശ്നങ്ങളാൽ കലുഷിതമായിരുന്നു. രാജാവ് ടൂറിബിയൂസിനെ ആർച്ച് ബിഷപ്പായി നിർദ്ദേശിക്കുകയും എല്ലാവരും സന്തോഷത്തോടെ അത് അംഗീകരിക്കുകയും ചെയ്തു. ഒരു വൈദികൻ പോലുമല്ലാത്ത തന്നെ ഈ സ്ഥാനത്തേക്ക് നിയോഗിക്കരുതെന്ന് ടൂറിബിയൂസ് കണ്ണുനീരോടെ അപേക്ഷിച്ചെങ്കിലും രാജാവിൻ്റെയും മാർപ്പാപ്പായുടെയും കൽപ്പനയനുസരിച്ച് തിരുപ്പട്ടവും മെത്രാഭിഷേകവും സ്വീകരിക്കാൻ ടൂറിബിയൂസ് നിർബന്ധിതനായി. സ്പെയിനിൽ നിന്നും 6000 മൈൽ അകലെയുള്ള ലിമയിൽ ആർച്ച് ബിഷപ്പ് ടൂറിബിയൂസ് എത്തി. അവിടുത്തെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. മോശമായി ജീവിതം നയിച്ചിരുന്ന പുരോഹിതർ തങ്ങളുടെ ആളുകളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പാവപ്പെട്ടവർ അവഗണിക്കപ്പെട്ടു. സമ്പന്നരായ സ്പാനിഷ് ഭൂവുടമകൾ പെറുവിലെ എല്ലാ സ്വദേശികളെയും അടിമകളാക്കി അവരോട് ക്രൂരമായി പെരുമാറി. വളരെ വിശാലമായ തൻ്റെ രൂപതയിലെ എല്ലാ ഇടവകകളും സന്ദർശിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. മിക്കവാറും കാൽനടയായിട്ടാണ് അദ്ദേഹം സഞ്ചരിച്ചത്. എല്ലാ ഇടവകകളിലും അദ്ദേഹം ആളുകളെ ഒരുമിച്ച് കൂട്ടി. കൂദാശകൾ പരികർമ്മം ചെയ്തു. തിരുവചനങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തു. പാവങ്ങളുടെ വീടുകളിൽ മൺതറകളിൽ കിടന്ന് ഉറങ്ങി. അവർ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചു. ഓരോ ഇടവകയിലും 2-3 ദിവസങ്ങൾ അദ്ദേഹം താമസിച്ചു. അവരുടെ ഭാഷ പഠിച്ച് ആ ഭാഷയിൽ അവരോട് സംസാരിച്ചു. 7 വർഷമെടുത്തു ഇടവകകൾ സന്ദർശിച്ച് തീർക്കാൻ. നിരവധി പള്ളികളും സ്കൂളുകളും ആശുപത്രികളും അദ്ദേഹം നിർമ്മിച്ചു. പെറു ഭാഷയിൽ മതബോധന ഗ്രന്ഥം തയ്യാറാക്കി നൽകി. 1591 വൈദികരെ പരിശീലിപ്പിക്കുന്നതിന് തെക്കേ അമേരിക്കയിലെ ആദ്യത്തെ സെമിനാരി ലിമയിൽ സ്ഥാപിച്ചു. പെറുവിലെ സ്വദേശികളായ മനുഷ്യരോടുള്ള ചൂഷണം അവസാനിപ്പിക്കാൻ ടൂറിബിയൂസ് കഠിനാധ്വാനം ചെയ്തു. അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പോരാടി. അദ്ദേഹം ചെല്ലുന്നിടത്തെല്ലാം പാവങ്ങളോടുള്ള അനീതിക്കെതിരെ സംസാരിച്ചു. പാവങ്ങളായ സ്വദേശികളെ തേടി അദ്ദേഹം മലകളിലൂടെയും മരുഭൂമിയിലൂടെയും കാടുകളിലൂടെയും യാത്ര ചെയ്തു. അദ്ദേഹത്തിൻ്റെ അപകടകരമായ യാത്രയെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിച്ചാൽ അദ്ദേഹം പറയുന്നത് ക്രിസ്തു മനുഷ്യരെ രക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് വന്നു എന്നാണ്. എല്ലാ ദിവസവും രാവിലെ തന്നോടൊപ്പമുള്ള വൈദികൻ്റെ അടുക്കൽ കുമ്പസാരിക്കും. തുടർന്ന് തീഷ്ണതയോടെ പരിശുദ്ധ കുർബാന അർപ്പിക്കും. തൻ്റെ 2ാമത്തെ ഇടവക സന്ദർശനം 4 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. 13 രൂപതാ സൂലകദോസുകളും 3 പ്രാദേശിക സൂലകദോസുകളും അദ്ദേഹം നടത്തി. ദരിദ്രരെ സഹായിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. തൻ്റെ 3ാമത്തെ ഇടവക സന്ദർശനത്തിനിടയിലാണ് മരണകരമായ രോഗം പിടിപെട്ട് 1606 മാർച്ച് 23-ാം തീയതി വിശുദ്ധൻ സ്വർഗത്തിലേക്ക് യാത്രയായത്. 1726 ഡിസംബർ 10 ബെനഡിക്റ്റ് 13-ാമൻ മാർപ്പാപ്പ ടൂറിബിയൂസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.